പ്രാണപ്രതിഷ്ഠം സംസ്ഥാനത്തിന് 10,000 കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടികൾ. അച്ഛ ഇത്രയും പോരെ അച്ഛ, വായിക്കുന്നു ഇത്രയും പോരെ? അത് പോരെ മക്കളെ. നമ്മൾ ദിവസം പത്രത്തിലെ മെയിൻ ഹെഡിങ് പ്രധാനപ്പെട്ട വാർത്തകൾ കുറെ വായിച്ചിരിക്കണം. അതിന്റെ വാർത്ത ആണോ? പഠിച്ചു പിന്നെ പച്ചൻ പറഞ്ഞ് പത്രം വായിക്കാം. അച്ഛന് സ്വന്തമായിട്ട് വായിക്കാറുണ്ട് മക്കളെ? ഇരുന്ന് വായിക്കും മക്കളെ. പിള്ളേരെ പുസ്തകത്തിലുള്ള മാത്രം പഠിച്ചാ പോരാ, ലോകകാര്യങ്ങളും കൂടെ അറിയണം, പത്രം വായിക്കണം. ഇല്ലെങ്കിലേ ഇന്നെ പോലെ ആയിപ്പോ. പിള്ളേരെ ഉപയോഗിച്ചു പോലീസുകാരെ രാജസ്ഥാനിൽ പോയിട്ട് കള്ളന്മാരെ പിടിക്കുന്ന വാർത്തയൊക്കെ ഉണ്ട്. കഴിവുള്ള പോലീസുകാരൊക്കെ അങ്ങനെയാണ് മക്കളെ. ഇവിടെ ഉണ്ട് ചില പോലീസുകാര് പോക്കറ്റ് അടിക്കാരന്മാരെ കണ്ടാ മുട്ടുറക്കി. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് മക്കളെ. എന്നെ ഉദ്ദേശിച്ചില്ലേ പറയാൻ? നിന്നെ ഉദ്ദേശിച്ചു അങ്ങനെ തോന്നിയാ? എനിക്ക് തോന്നി. എന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറ്റുമെന്ന് ഏതായാലും അളിയനേക്കാളും നല്ലോണം ഞാൻ ജോലിയുണ്ട് കേട്ടാ. അത് സ്റ്റേഷനിൽ ചോദിച്ചാൽ അറിയാം. അളിയാ, ഈ സ്റ്റേഷനിലെ പരിപാടി ഒന്നുമില്ല. ഒരു കാക്കയെ പൂച്ചയും പിടിക്കുന്ന പോലെ ഒന്നുമല്ല. കള്ളനെ പിടിക്കുന്ന കുറച്ച് പാടാണ്. അതിന് ഗഡ്സ് ഒക്കെ വേണം. ഗഡ്സ്. അപ്പൊ ഈ കാക്കയും പൂച്ചയും മാത്രമേ നിന്റെ കണ്ണിലെ മൃഗങ്ങളായിട്ടുള്ള? അല്ല പിന്നെ അളിയ അവിടെ ഏതെങ്കിലും മൃഗങ്ങളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അളിയാ? ആ മൃഗപാലന ഡോക്ടർ അവിടെ ഉള്ളതുകൊണ്ട് അളിയ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണ്. എടാ എന്റെ ഊണിലും ഉറക്കത്തിലും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, നിനക്ക് അറിയാമോ? ചിക്കൻ ഫ്രൈ ആയിരിക്കും ഊണിലുള്ളത്. ഉറക്കത്തിലുള്ള മൃഗം ഏതാണാവോ? അങ്ങനെ ഉണ്ട്. ഞാൻ സ്വപ്നം കാണുന്നത് പോലെ മൃഗങ്ങളെയാണ്. സ്വപ്ന മൃഗമായിരിക്കും അല്ലേ? ഇവിടെ ഇരിക്കായിരുന്നു. പണിയൊന്നുമില്ലല്ലോ, ഉറങ്ങിപ്പോയി. നീ ഉറക്കത്തിനാണ് ചിരിക്കണേ കണ്ട്? അതോ, ഞാനേ സ്വപ്നം കണ്ട് നിങ്ങളെയും കണ്ണന് തന്നെയല്ലേ? അത് നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, എന്നെയും കണ്ണനെ. നിങ്ങളപ്പോ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നത് അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ടാണോ? അങ്ങനെ പോണോ? ഉറങ്ങാൻ വേണ്ടിട്ടാണെന്നാണ് അറിയാതെ മയങ്ങിയ സമയത്ത് കണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. എന്താ അല്ലേ, ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. മനപ്പൊരുത്തം. ഒന്നുമില്ല. അല്ല വന്നിട്ട് യൂട്ടിനടിച്ചു പോണു. അല്ല ഭൂതോടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. നല്ല ശിവേട്ടൻ 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 എന്നില്ല കാര്യം പറടാ. അല്ല അവൻ ചുമ്മാ വന്നതായിരിക്കും. ഇവിടെ സൂര്യ അന്വേഷിക്കാൻ വേണ്ടി അത് എനിക്ക് വന്നൂടെ ഇടക്കിടക്ക്. ഇറക്കി വിട്. എന്ത് വന്നെന്ത്? എനിക്ക് അർജന്റായിട്ട് കുറച്ച് മണീസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മണീസ് എന്ന് പറയുമ്പോ എത്ര രൂപയാണ്? 1000 ബഡ്സ്. 1000 ബഡ്സ് യൂട്ടിനടിച്ച് ചോദിക്കോ? അല്ല വേണേ ഒന്നുകൂടെ പോയിട്ട് തിരിച്ചു തരാം. ഒന്നുകൂടെ പോയിട്ട് വരണ്ട. വന്നാൽ 500 രൂപ 250. അല്ല ഇപ്പൊ പൈസ ഒന്നുമില്ല, നീ പോയി. അല്ല നിന്റെ കെട്ടിയതിന് ഗുണമുള്ള കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. 1000 രൂപ ഗുണം. 1000 ഗുണമുള്ള പരിപാടിയാണ്. ചിരിക്കണ കൊള്ളാം. ചെറുക്കൻ്റെ പൈസ ഒന്നും എടുത്ത് കൊടുക്കല്ലേ? അവൻ എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും, അല്ലാതെ എന്നോട് ചോദിക്കത്തില്ല. അത്യാവശ്യം നീ ഇങ്ങനെ കിടക്ക് ഉറങ്ങല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ചുമ്മാ ആടുന്ന് ആര് മുത്തശ്ശി വിളിച്ച് പറഞ്ഞ മറന്നുപോയാ? അയ്യോ ഞാൻ നടന്നോളാം, പക്ഷെ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടേ. കുറച്ചു റെസ്റ്റ് ഇനി നടക്ക്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ പോയി നടക്കാം. കുറച്ചു നേരം കഴിയുമ്പോ പിന്നെ ഇരുട്ടും. കഴിച്ചു പോ. നീ വല്ലതും കഴിച്ചില്ലേ? എന്ത്
എനിക്ക് ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ല, കഴിക്കാൻ തോന്നുന്നില്ല. എന്ന് പറഞ്ഞു നോക്കൂ, ഇഷ്ടം തോന്നണം എന്തെങ്കിലും കഴി. ഓ, കൂടുതൽ കഴിപ്പിക്കുന്നതിന്റെ കാര്യം പറയരുത് കേട്ടോ. ഇവിടെ മനുഷ്യൻ 3 ദിവസമായി ഒരു ആഗ്രഹം പറയണ്, ആരും തിരിഞ്ഞു പോലും നോക്കണുണ്ട്. ഏതാഗ്രഹം? ഇനിയിപ്പൊ പറയാൻ വയ്യ. ഓ, എനിക്കറിയാം. മസാല ദോശ അല്ലേ? അത് വാങ്ങിച്ചോണ്ടില്ല സത്യം. ഇപ്രാവശ്യം പുറത്തു പോകുമ്പോ മസാല ദോശ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും, മനസ്സിലായോ? എനിക്ക് വിശ്വാസം ഇല്ല. എടി, ഇത് വാക്ക് വെറും കുളിക്കുന്നില്ലേ? കുളിക്കണോ? ആ, പോ, ശരി, പോ. എനിക്ക് മസാല ദോശ വേണ്ട. ഓ, സസ്പെൻഷന്റെ PC ചിപ്പന്റെ ബാക്കി നിനക്ക് ഒരു വിലയില്ലേ? വാങ്ങിച്ചോണ്ടിരുന്നേ നീ എണിച്ചു പോയി കഴി. താക്കോൽ ഇങ്ങനെ എവിടെ കൊണ്ടാണ്? എന്തൊരു കുന്തമാണ്. ഹലോ എന്താ പരിപാടി? കയറ് ദേ. എവിടെ കയറാൻ? എവിടെയും കയറാനല്ല, എനിക്ക് അയ കെട്ടാനായിട്ട് ഒരു കയർ എടുത്തു തരണം. നിങ്ങളോട് കുറെ ദിവസമായില്ലേ ഞാൻ പറയുന്നേ. അതിനാണോ? അതിനവിടെ അയ ഉണ്ടല്ലോ. അത് അവിടെ ഒരയല്ലേ ഉള്ളൂ, ഒരയയും കൂടെ വേണം. ഇത്ര ആൾക്കാരുള്ളതല്ലേ വീട്ടില്. ഇതിനകത്ത് കയറൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ചീരവിത്ത് കാണാനല്ലെന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനിലാണ്. നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ചീരവിത്ത്? കൊള്ളാം. ഇടി, ഈ വീട്ടിൽ ഒരു ഗർഭിണിയുള്ള കാര്യം നിനക്കറിയത്തില്ലേ? അവക്ക് ഇലക്കറി കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ? അവക്ക് ഇലക്കറി എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അറിയാം. നിങ്ങൾ ആ കയറൊന്നും എടുത്ത് അത് എനിക്ക് അവിടെ കാണാന്നൊരു കയറ. എവിടെ? അത് മൊത്തം ചെളിയും അഴുക്കുക. അതുകൊണ്ട് കായ കെട്ടിക്കഴിഞ്ഞാൽ തുണി മൊത്തം ചീത്താവൂലേ? നീ ഒരു കാര്യം ചെയ്യ്, ആ ഉത്തമനോട് അങ്ങനെ പോയി പറ കയറ് വാങ്ങിക്കാൻ. ആ, ബെസ്റ്റ് ആളോടാ കയറ് വാങ്ങിക്കാൻ പറയുന്നത്. അവൻ ഏതോ പശുവിനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. പശുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്? ആ, അവന്റെ ക്ലിനിക്കിൽ എന്തോ മോതിരം വിഴുങ്ങിട്ട് ഒരു പശുവിനെ കൊണ്ടുവന്നോ അതിനെ നോക്കാൻ പോണെന്നോ എന്താണ്ടൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ പശു എന്താ ബെഡ്റൂമിൽ കയറി മോതിരം വിഴുകയല്ലേ? ബെഡ്റൂമിൽ കയറി വിഴുങ്ങിയൊന്നും അല്ല. അതിന്റെ ഉടമസ്ഥൻ പിണ്ണാക്ക് കലക്കി കൊടുത്തപ്പം അയാളുടെ മോതിരം ആ വെള്ളത്തിനകത്ത് പോയി. പശു അതങ്ങ് കുടിച്ചു. ചുമ്മാ പറയുന്നത് അതൊക്കെ. ചുമ്മാ പറഞ്ഞൊന്നും അല്ലെന്നേ. സ്കാൻ ചെയ്തപ്പോ അതിന്റെ വയറ്റിൽ മോതിരം കിടക്കുന്ന കണ്ടായിരുന്നു. എന്നിട്ടെന്താ, മൃഗാലയം ഡോക്ടർ പറഞ്ഞു അതിനെ സർജറി ചെയ്താൽ മോതിരം എടുക്കണമെന്ന്. എളുപ്പമായില്ലേ? എന്തെളുപ്പവാൻ? അതിന്റെ വയറ് കീറി മോതിരം എടുക്കാൻ ഉത്തമൻ സമ്മതിക്കുവോ? അത് ചാണകം ഇടുമ്പോ മോതിരം കിട്ടുമെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് ക്ലിനിക്കിൽ കെട്ടിയിരിക്കുക. അല്ല, എന്നിട്ട് അവ എവിടെ? അതിനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇനി പശു ചാണകം ഇട്ടാൽ അവൻ മുറിന്ന് പുറത്തിറങ്ങൂ. അത്രേ ഉള്ളൂ. അതെ, എങ്ങോട്ട്? ഇങ്ങോട്ട് വാ, വേറെ കാര്യമുണ്ട്. അതെ, ചാഞ്ചക്കം ചാഞ്ചക്കം കിളികിൽ പമ്പരം. ആ, അത് ഞാനൊന്നുമില്ല, എനിക്ക് ബോറടിച്ച. അപ്പൊ ഞാൻ ഭാവിയും കൂടെ ആടാൻ വേണ്ടി വന്നതാ. അങ്ങനെ അങ്ങനെ രണ്ടുപേർക്കും ആടാല്ലേ? അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കണം. എന്നാ മാത്രമേ. അപ്പൊ സന്തോഷത്തിൽ ഇരിക്കാൻ എന്ത് ചെയ്യണം ചേട്ടാ? സന്തോഷത്തോടെ ഇരിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ ആലോചിക്കണം, പിന്നെ പാട്ട് പാടണം. അങ്ങനെ പാടിക്കും. വല്യമാമനും പാടാം. ഞാൻ പാടുപെടുവായിരുന്നു ഇത്ര നേരം. പാടിക്കും. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ മയങ്ങുവാവൂ ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചക്കം. വല്യമാമന്റെ പാട്ട് ഇഷ്ടപ്പെട്ട? ആങ്ങളും പെങ്ങളും കൂടെ ഒരു കച്ചേരിയൊക്കെ. അവക്ക് ബോറടിക്കണം പറഞ്ഞമ്മ. ആണാ? അപ്പൊ നീ പാടിക്കൊടുത്ത്. ഇപ്പൊ ബോറടിയൊക്കെ മാറിയാ മക്കളെ? പിന്നെ അളിയന്റെ പാട്ട് കേട്ടപ്പല്ലേ ബോറടി തുടങ്ങിയത്. ഈ സമയത്ത് ഭർത്താവ് ഭാര്യക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഭാര്യക്ക് ബോറടിക്കും. ഓഹോ, എടാ നീ എന്താടാ ഇവക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്തു കൊടുക്കാത്ത? ഞാൻ ചെയ്താൽ കൊടുക്കാൻ പറ്റി. ചുമ്മാ അളിയെ ചുമ്മാ പറയണത്. എന്റെ ഭാര്യ ചോദിച്ചു. അവളൊരു മസാല ദോശ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ നീ വാങ്ങിച്ചു കൊടുത്തായിരുന്നാ? ഇല്ലല്ല. അപ്പൊ അളിയ എന്നെ മറ്റേ കുറ്റങ്ങൾ കാണിച്ചോണ്ട് ഇവിടെ വന്നതാണ്. ആണെങ്കിൽ ആണെങ്കിയാ നിർത്ത്. നിങ്ങൾ തമ്മിൽ ഇവിടെ വഴക്കുണ്ടാക്കി കൊച്ചിന്റെ ഉള്ള സന്തോഷം കൂടെ കളയണ്ട. അതെ, പാട്ടൊക്കെ കേട്ട് എന്റെ കൊച്ചു സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അത് ശരിയാണ് അപ്പച്ചി. പാട്ടൊക്കെ കേട്ടാൽ നല്ല സന്തോഷമൊക്കെ ഉള്ള സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലേ അളിയ? അങ്ങനെയാണെങ്കിലേ അളിയ അവളെ ഇന്നലെ കണ്ട സ്വപ്നം ഏതാന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ കണ്ട സ്വപ്നം നിന്റെ അടുത്ത് നിന്നെ പറയണത്? അല്ല, ചുമ്മാ പറ അളിയ. അപ്പൊ ചുമ്മാ പറയാൻ പറ്റൂല. പറ. ഇന്നലെ ഞാൻ കണ്ടത് ഒരു കുഞ്ഞി പശുവിനെ. കുഞ്ഞി പശുവാ?
ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പുതിയ കുഞ്ഞു പശു. മിനിഞ്ഞാന്നാണെങ്കിലോ? മെനിഞ്ഞാന്ന് ഒരു പൂച്ചയൊക്കെ ഉണ്ട്. പൂച്ചേ? ഓ, പൂച്ചയ്ക്ക് മുമ്പത്തെ ദിവസം. പൂച്ചയ്ക്ക് മുമ്പാ? അളി ഒന്ന് ഓർത്ത് പറ. പൂച്ച മുമ്പത്തെ ദിവസം. എടാ, എല്ലാ ദിവസവും കാണുന്ന സ്വപ്നം നീ ഓർത്ത് വെക്കാറുണ്ടോ? അതുപോലെ തന്നെ ഞാനും. എനിക്ക് അത്രേ പറയാ. മാമ സാറിന് എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത്? മാമ സാറിന് സ്വപ്നം കാണാൻ എന്തായിരിക്കും? അയ്യോ, ഞാൻ ലളിതയെ മാത്രമേ സ്വപ്നം കാണൂ. പിന്നെ മക്കളെയൊക്കെ കാണും, കൊച്ചു മക്കളെയൊക്കെ സ്വപ്നം കാണും. അപ്പച്ചി ഓ, പിന്നെ നമ്മളെയൊക്കെ കാണും. എല്ലാരെയും കാണും. നീയാ? ഞാനും എന്റെ ഭാര്യനെ കാണണം. എന്റെ ഭാര്യയാണ് എന്നെ കാണല്ലേ? കൊള്ളാം. അയ്യോ, ഇരിക്കുന്നൊക്കെ മെസ്സേജ് ചെയ്യുന്ന മെസ്സേജ് ചെയ്യുന്ന ആർക്കാ? അല്ല, നമ്മളെല്ലാരും നമ്മളെ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ, അതെ. നമ്മൾ ബന്ധുക്കളെയാണ് സ്വപ്നം കാണുന്നത്. അതെ. പക്ഷെ അളിയ മാത്രം കാക്ക, പൂച്ച, കൊക്കര, കോഴി ഒക്കെയാണ് സ്വപ്നം കാണുന്നത്. എന്നാ പിന്നെ ചേച്ചി ഒന്ന് അറിയിച്ചേക്കാന്ന് വെച്ച് ഒന്ന് അയച്ചു വിട്ടതാ. അയ്യോ, അതെ, നീ ചുമ്മാ യുമാരെ കഥയും കേട്ടോണ്ടിരിക്കുന്നത്. പൈങ്കൂസിനെ വിളിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുകൊടുക്ക്. ഇതൊക്കെ അറിയിക്കേണ്ടവനെ അറിയിക്കേണ്ട എന്റെ ഒരു ഉത്തരവാദിത്വല്ലേടി. ഭയങ്കര അവിടെ ഇരുന്നു അത് കേൾക്കേണ്ട വല്ല കാര്യമാണ്. ആ, വന്നില്ലല്ലേ സാർ? അല്ല സാർ, ആ മരുന്ന് ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കണം സാർ. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ അവരടുത്ത് പറയാം. അവരൊക്കെ എന്തോന്ന് ഓണറാണ് സാർ. കുഞ്ഞി പശു എന്ന് പേര് വിട്ടിട്ട്. ഇല്ല സാർ, ഇല്ല സാർ. സാർ ദയവ് ചെയ്ത് അതിന് കീറി മുറിക്കല്ലേ സാർ. ആ ശരി സാർ, ഞാൻ വിളിക്കാം സാർ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം സാർ. ശരി. പാവോടാ. അതെ അതെ, പാവം. അതിന് ചുമ്മാ കീറി മുറിക്കാൻ വേണ്ടിട്ടേ. ആ, എന്നാ പിന്നെ പ്രാർത്ഥന, വഴിപാട്, ശയനപ്രദർശനവും കൂടെ ചെയ്യാത്ത എന്ത്? എന്തിന്? പശുവിന് വേണ്ടിട്ട്. നിന്റെ കളിയാക്കണ? ഞാൻ കളിയാക്കുന്നല്ല, ചേട്ടത്തി വിളിച്ചായിരുന്നു. ആ എടാ ചേട്ടാ, അവള് വിളിച്ചായിരുന്നടാ. കോള് വന്നപ്പോഴത്തേക്ക് നീ കട്ട് ചെയ്യേണ്ടി വന്നു. ആ, ചേട്ടനിപ്പോ ചേട്ടത്തിയുടെ മക്കളടുത്തൊന്നും ഇഷ്ടമൊന്നുമില്ല. ചേട്ടനിപ്പോ പശുവിനൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു. അന്ന് ആര് പറഞ്ഞു? ചേട്ടത്തി പറഞ്ഞു. എപ്പ പറഞ്ഞു? കുറച്ചു മേനെ വിളിച്ചവൻ പറഞ്ഞു. ഇവിടെ ഉള്ളവരൊക്കെ സ്വന്തം ഭാര്യയും മക്കളെ സ്വപ്നം കാണുമ്പോൾ ചേട്ടൻ സ്വപ്നം കാണുന്ന വല്ല പശുവിനൊക്കെയാണ്. അത് പറഞ്ഞ് ഭൂതം പ്രൂഫ് വെച്ച് കൊടുത്തില്ലേ? ആ വിളിക്കുന്നു. ആ ചേട്ടത്തി പറഞ്ഞോ? ആ ചേട്ടാ ഇവിടെ മൃഗപാലൻ ഡോക്ടർ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, എന്താ പശുവിന്റെ കാര്യമൊക്കെ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ആ അങ്ങോട്ട് വിളിക്കാന്ന്. ഞാൻ കൊടുക്കട്ടോ? കട്ട് ചെയ്ത് പെരുത്ത് റേഞ്ച് പോയതായിരിക്കും. അല്ല അല്ലാണ്ട് വീണ്ടും കൊള്ളുന്നാണ്ട് വീണ്ടും കണ്ട കട്ടി കണ്ട കട്ടായി. ആ ഞാൻ വിളിക്കാം. വിളിച്ചു. കാര്യം കട്ട് ചെയ്തു. ഇപ്പൊ ശരിക്കും റേഞ്ച് പോയായിരിക്കും. എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാൻ നോക്ക്. എന്നെ വിളിച്ചാൽ ഞാൻ വേണമെങ്കിൽ കൊണ്ടുതരാം. എല്ലായിടത്ത് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. കൊണ്ടോ ഇതൊന്നും കൊണ്ടുവരാൻ. പക്ഷെ നീ കൈയും വീശി വന്നാ. ലളിതയോട് ഇത്തിരി വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചു നീ അതും കൊണ്ടുവന്നാണെന്ന്. അമ്മ അപ്പുറത്തെ കണ്ട നിക്കണച്ചാ. ഇവിടെ ഇപ്പൊ എന്തോന്ന് ഈ ഇവിടെ വേറൊന്നും ചെയ്യാനല്ലടാ, ഇച്ചിരി ഒന്ന് കളച്ചിട്ടിട്ടുണ്ട്. ഇനി ചീരത്തങ്ങ് നട്ടാ മതി. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത്? അല്ല നീ പിന്നെ എന്തോന്നാ പറഞ്ഞ? ഞാൻ ശിവന്റെ കാര്യം പറഞ്ഞത്. ഈ ശിവൻ എന്ത് പറ്റി? ശിവനൊന്നും പറ്റിയില്ല. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഷേപ്പ് അടുത്ത് മിണ്ടല്ല. എടേ അതുപോലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ? ഞാൻ ഉള്ളതാണ് വെച്ചാ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റണേ? ഇടാ അത് ഞാൻ ചുമ്മാ തട്ടി വിട്ടല്ലടാ മക്കളെ. സാധാരണ വെച്ചാൽ എന്തൊക്കെയാണ് സ്വപ്നം കാണാറ്? സാധാരണ ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കാണാറില്ല. നമ്മുടെ മനസ്സിലുള്ളതാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നത്. എന്റെ മനസ്സിൽ ഈ പറമ്പും വാഴയും ചേമ്പും ചേനല്ല. പിന്നെ എന്തോന്നടേ അത് ഞാൻ പറയാം. എടേ ശിവ ഒരു ചോദ്യമായിട്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ പിറകിൽ എന്തോ ഒരു കുരുക്കുണ്ടെന്ന്. പക്ഷെ നീ ആ കുരുക്കിൽ കുരുക്കി ബുദ്ധിയുള്ളത് എനിക്കത് തിരിച്ചറിയാൻ പറ്റി. അല്ല അത് ലളിതയ്ക്ക് ആരെങ്കിലും സ്വപ്നം കാണൂടെ? ഇപ്പൊ മനസ്സിലായ? എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഴുവൻ കള്ളവല്ലേ? അയ്യോ നീ ഇതപ്പോ വെള്ളം ചെറുതേ. വെള്ളം ഇപ്പൊ നിങ്ങൾ എങ്ങനെ കുടിക്കും? നിങ്ങൾക്ക് തരുന്നതിനല്ലേ മരത്തിന് കൊടുക്കുന്ന. മനുഷ്യൻ അങ്ങോട്ട് പോയാ മതി. ആവശ്യത്തിനുള്ള വ്യായാമം ഒക്കെ ആയി. അയ്യേ 10 മിനിറ്റ് കൊണ്ട് ഇനി നടക്കണം. 10 മിനിറ്റോ? ഒന്ന് പോയ ചേട്ടാ. 10 മിനിറ്റ് കൊണ്ട് നടന്നാൽ നീ മുത്തശ്ശി പറഞ്ഞ മറന്നു പോയത്. അത് കുഴപ്പമില്ല, നമുക്ക് അച്ഛമ്മനെ വിളിച്ച് നടന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ കള്ളം ഞാൻ പറയൂല. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഇവിടെ നടത്തി വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അകത്തുണ്ടോ, എന്നിട്ട് നീ കുടിക്കാൻ കൊടുക്കണം. വേറെ പരിപാടിയൊന്നും ഇല്ല? വേറെ എന്തെങ്കിലും വേണോടി? നിനക്കൊന്നും അറിഞ്ഞൂടാ? എനിക്കൊന്നും അറിയാം. അയ്യോ പാവം, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഡേയ്
നീ നേരത്തെ ആശയ ഉത്തമനെ തമ്മിൽ തെറ്റിച്ച് ഇപ്പൊ ലളിത എന്റെ അടുത്ത് വഴക്കിട്ട് പോയി. ആ അപ്പച്ചി മിണ്ടില്ലേ ഇപ്പൊ മാമൻ്റെ അടുത്ത്? എന്താ അച്ഛാ പ്രശ്നം എന്തുവാ? ചുമ്മാടി ഒന്നുമില്ല. ചുമ്മാ ഒന്നുമില്ലെന്ന്. ആ. നിനക്കിതൊക്കെ ഒരു രസമല്ലേടാ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. നീ ഉള്ളതാണോ പറഞ്ഞേ? ഓ. നിന്റെ ഉള്ള കാര്യം ഞാൻ പറയട്ടാ. എന്തോന്ന് പറയാതിരിക്കുന്നു? നീ കഴിഞ്ഞ ക്രിസ്മസിന് 3 ദിവസം നീ എവിടെ പോയത്? 3 ദിവസം ഞാൻ മലയാറ്റൂർ ക്യാമ്പിൽ ക്യാമ്പിന് പോയായിരുന്നു ചേട്ടാ. മലയാറ്റൂര് ക്യാമ്പിന് പോയതാ? ആ മൂന്നാറിന്റെ അടുത്താണല്ലോ മലയാറ്റൂര് ക്യാമ്പ് നിന്റെ. ഷിബുവിന്റെ അവിടെ ടൂർ പോയിണ്. അത് നീ എങ്ങനെ അറിഞ്ഞടേ? ഞാൻ അവന്റെ സ്റ്റാറ്റസ് കണ്ടു ഷിബുവിന്റെ. നിങ്ങളപ്പ എന്നോട് കള്ളം പറഞ്ഞിട്ടാണ് പോയേ? അയ്യോ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അവൻ? ഇല്ല. അത് മോശമായി പോയി, അത് മോശമായി പോയി. ശരി മതി, നടത്തോട്ടെ, മതി. വേണ്ട വിട്, ഞാൻ ഇപ്പൊ ഓടുന്നു. അതിൽ മര്യാദ കാണണം. പോ ഇവിടെ ഓട്ടോ. അല്ല എന്താണ് നിങ്ങളെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? പാലം ഇട്ടോ? പാലത്തിന് അങ്ങേറ്റം നിങ്ങൾ ടീം അടിച്ച് നിൽക്കുകയാണല്ലേ? ഞങ്ങൾ ഒരു ടീമായിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കാണാം. ചെല്ല് ബൈക്കോ. പിന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഡിങ് 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 എന്റെ മുമ്പിൽ വെച്ചിട്ട് കിളി തട്ടണേ. കിളിയായി ചൂട് പോയുള്ളൂ, പെട്ടെന്ന് വരാം. കിളിയായി ബൈക്കോ. നല്ല ചായ, ആ പക്ഷേ മധുരം ഇച്ചിരി കൂടുതലാ. അത് നിങ്ങൾ ഇച്ചിരി പഞ്ചാര അടിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പച്ചി എന്താടാ അല്ല കിളി എവിടെ അപ്പച്ചി? കിളി ആ പാടത്തോടെ ഇങ്ങനെ പറന്നു പോയി. സിന്ധുവിനോട് വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ടടാ. ഞാൻ ഈ നിലവാരമില്ലാത്ത ചളിക്ക് അങ്ങനെ ചിരിക്കാറില്ല. ഓ എന്നാ പിന്നെ നിലവാരമുള്ള ചളി അടിക്ക്. എങ്കിലും അപ്പച്ചി ഇവിടെ നമ്മളെ കൊണ്ടായിട്ടെ ഈ മാമൻ ഈ വാഴയെ അളിയും കോഴിയെ കാണല്ലോ സ്വപ്നം കാണാൻ നാലേക്കും ഒരു വിഷമം പോലെ. ഡേയ് ആളുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ചിട്ട് നിനക്ക് മതിയായില്ലേടേ? ഞാൻ ഉള്ളതല്ലേ മാമ പറഞ്ഞത്? മോനെ ശിവ, എന്താ പറ്റി? ഈ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടാ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോർട്ടഡായി. നക്ലി നീ പോയി കിളിയും നീയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്. അതെനിക്കറിയാം. വന്നാ മാത്രം എങ്ങോട്ടാ ഇപ്പൊ? അത് ഒരു സ്ഥലത്ത് സ്ഥലത്തോ? എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു സ്ഥലത്ത് വേണ്ടി വാങ്ങിച്ചത്. നീ ഒന്ന് കേക്ക്, ഞാൻ പറഞ്ഞ സമയം ബഹളം വയ്ക്കില്ല. കണ്ണടയ്ക്കണേ, കണ്ണടയ്ക്കോ. കൊള്ളാം, താങ്ക് യു. അങ്ങനെ കളിയാക്കുന്ന മനുഷ്യനെ. എന്താ കളിയാക്കണ എന്തിന്? അയ്യോ കളിത്തിറ്റ മസാല ദോശ. അതെ, നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ച്. ആ പിന്നെ എന്നിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് മൂന്നോളം കൊടൈക്കനാലും ഒക്കെ പോകാൻ പറ്റും അല്ലേ? അല്ല അല്ല ഇതും എന്റെ മാത്രം കൊച്ചല്ലേ ഈ കിടക്കുന്നത്, നിങ്ങളുടെയും കൂടെ. അത് ഓർത്താ കൊള്ളാം. അതല്ല ഞാൻ നിനക്ക് മസാല ദോശ വാങ്ങിച്ച് ഇവിടെ വെച്ചടി കളി. ഇന്ന് കഴിച്ചോ മസാല ദോശ? എനിക്ക് വേണ്ട. എടി കളി പോവല്ലേടി, ഞാൻ വാങ്ങിച്ചത് സത്യം കിട്ടും. നീയാണ് സത്യം. എനിക്കറിയാം ആരുടെ അടുത്ത്. ഞാൻ കാണിച്ചു തരാം എന്റെ മസാല ദോശ എടുത്ത്. അളിയാ ഇതൊരു ചീപ്പ് പരിപാടിയാണെങ്കിൽ കേട്ടോ, പറഞ്ഞ മനസ്സിലായി അളിയന്. അളി എന്റെ മുറി കയറി അടിച്ചു മാറ്റിക്കൊണ്ട് വരല്ലെന്ന്. അളിയ കള്ളലാണെന്ന് അളി സമ്മതിക്കണം, അല്ലെങ്കിൽ അടിച്ചു മാറ്റിയത്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം? അളിയനൊന്നും അറിഞ്ഞൂടെ? എന്റെ മുറിക്കകത്തോണ്ട് സാധനം എന്തിനാ അളി അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്? നിന്റെ മുറിക്കകത്ത് കള്ളൻ. കള്ളനാ? എന്റെ പേര് രാവിലെ വീട്ടിൽ ഉത്തമൻ എന്നാണ്, കുപ്പിടി വിലാസ ശിവൻ എന്നല്ല. അതിനിപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞ നിന്റെ വീട്ടുകാർ തന്നെ? നിന്റെ വീട്ടുകാരെല്ലാം കള്ളന്മാര് തന്നെ. എന്റെ വീട്ടിൽ കള്ളന്മാരാ? അളിയന്റെ അമ്മ എന്റെ വീട്ടിലുള്ള തന്നെ. എന്റെ അമ്മ മാത്രമേ അല്പം മനസാക്ഷിയുള്ള ആളുള്ളൂ. കൊള്ളാം. എന്റെ മസാല ദോശ അടിച്ചു മാറ്റിക്കൊണ്ട് തിന്നിട്ട് എന്റെ അടുത്ത് പറയാം നാണല്ലോ അളിയന്. എന്തോ നാണം വേണം, നാണം. നിന്റെ എന്തോ അടിച്ചു മാറ്റിക്കൊണ്ട് മസാല മാറ്റിക്കൊണ്ട് പോയിക്കണ ആള്. നാണം ഉണ്ട് അളിയ. എന്തോന്നടേ രണ്ടു കൂടെ ബഹളം? മസാല ഞാൻ എടുത്തു. അയ്യേ ഇതാണോ നിങ്ങളെ വഴക്കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല സ്വർണ്ണ കിരീടം അടിച്ചു മാറ്റിയാണെന്ന്. എടുത്തൊന്നും ഞാൻ എടുത്തില്ലേ? നിന്റെ മസാല ദോശ അവ എടുത്തിട്ടൊന്നുമില്ലടേ. മാമൻ കൂടുതലെന്ന് പറഞ്ഞ മാമന് ഇതിൽ കൈയുണ്ട്. അയ്യാ പിന്നെ നിന്റെ ഉണക്ക മസാല ദോശ ഇവിടെ ആർക്ക് വേണം? എന്റെ ഉണങ്ങിയ മസാല ദോശയാണ് മാമൻ മനസ്സിലായി. അപ്പൊ മാമൻ തന്നെ എത്തുന്നത്. ചുമ്മാ ശിവ നീ കളിക്കല്ലേ? പിന്നെ അല്ലാതെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മസാല ദോശ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിൽ ആരും പിന്നെ ദോശ തന്നൂല. മാമനോട് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാ കാണാം. ഇവൻ എന്താ ഭ്രാന്തായ? എനിക്കറിഞ്ഞു എടുത്താ ശരിക്കും എടുത്താ എന്തോന്ന് മസാല ദോശ? എനിക്കെന്താ അച്ഛനല്ല പറഞ്ഞ ഞാൻ എടുത്തില്ലാന്ന്. പിന്നെ അച്ഛൻ വന്നിട്ട് പറഞ്ഞ അച്ഛൻ എടുത്തെന്ന് പറഞ്ഞാ എന്തുകൂടെ ഇത് ഉത്തമ?
എന്നിതയം കയ്യിൽ വൈത്തേ ടേസ്റ്റില്ലേ ടേസ്റ്റില്ലേ ഞാൻ തരാം. ഒരെണ്ണത്തിന് ഞാൻ തരാം. നീ കൊതി വരുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് കഴിയ അങ്ങോട്ടെ അതാ. ടേസ്റ്റ് ചെയ്തേ. ടേസ്റ്റ് ചെയ്തേ. ടേസ്റ്റ് ഉണ്ട് ഓഹോ നീ ആയിരുന്നല്ലടാ എന്ത് അതേ മണം അതേ പേപ്പർ അതേ കവർ എന്റെ അതേ ദോശ പിന്നെ ഇതെനിക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് ചുമ്മാ ഇതെനിക്ക് എന്റെ സുമ വാങ്ങിച്ചോണ്ട് വന്ന ദോശ. ആ എന്റെ അളിയാ ഇവിടെ ദോശ വേണം എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ അവളുടെ അനിയനല്ലേ പിന്നെ സ്നേഹം കൊണ്ട് മേടിച്ചോണ്ട് കൊടുത്ത് എടാ അതിന് ബാക്കിയുള്ള വാങ്ങിച്ചു മോട്ടി ചെല്ലടാ കൊടുക്കട്ടെ വൃത്തിയിട്ടവനെ നോക്കടി പറയുന്നത് ഞാൻ മോടിച്ചോണ്ട് വന്നു നിനക്ക് എവിടെ നിന്നാ കിട്ടിയത് പറ അളിയൻ എവിടെ കിട്ടിയത് അളിയൻ എവിടെ നീട്ടിയതാ നിനക്ക് എവിടെ നീട്ടിയെന്ന് പറ അളിയൻ എവിടെ നീട്ടിയതാ ഞാൻ സുബ്രഹ്മണ്യ കടയിൽ നിന്ന് വാങ്ങിച്ചത് ആനന്ദ ഭവനിന്ന് എന്റെ സുബ്രഹ്മ ഞാൻ അവിടെ സാധനം മേടിച്ച് ഇറങ്ങി പറയാം അളിയൻ വന്നിട്ട് പോയായിരുന്നു എടാ ചതിയാ എന്റെ പൊന്ന് ശിവേട്ടാ നിങ്ങൾക്കോ വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല. വാങ്ങിച്ചു തരുന്നത് അവനല്ലേ, അതെങ്കിലും ഞാൻ സ്വസ്ഥമായിട്ട് കഴിച്ചോട്ടെ. എടി ഞാൻ പ്ലീസ് ഒന്ന് ഒഴിഞ്ഞു പോണം പ്ലീസ് നമ്മളെ കഴിക്കോളെ നല്ല രസമുണ്ടല്ലേ നല്ല പോയില്ലായിരുന്നോ ഉച്ചല്ലേ അമ്മേ മസാല ദോശ കണ്ടില്ലേ അളിയൻ മേടിച്ചേ എവിടെ കൊണ്ട് ആരെടുത്തോണ്ട് വാങ്ങിച്ചെങ്കിലല്ലേടാ. അത് തന്നെ അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർ ഗർഭകാലത്ത് ഭാര്യമാരുടെ സ്നേഹമൊന്നും കാണത്തില്ല ആങ്ങളമാർക്കേ കാണും നീ കഴിക്കും അതിനു മുമ്പ് എന്തോന്നായിരുന്നു അറിയാമോ? അല്ലെങ്കിൽ എങ്ങനെ അടി നീ അവരെ വിശ്വസിക്കരുത് കേട്ടോ ഞാനേ കാണും എപ്പോഴും അങ്ങോട്ട് കഴിക്കും